നിന്റെ ശരീരം ഇപ്പോൾ സ്വതന്ത്രയാകുന്നു. അവന്റെ നാമത്തെ വിളിച്ചാട്ടെ. യേശുവേ, യേശുവേ, ചേർന്ന് വിളിച്ചോ. ഈ യേശു നിങ്ങളെ ഇപ്പോൾ തൊടുന്നുണ്ട്. ഈ യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ കാലുകൾ ഇപ്പോൾ ചലിക്കുന്നുണ്ട്. ഈ യേശുവിന്റെ നാമത്തിൽ മെഡിക്കൽ സയൻസ് വിധി എഴുതിയ കേസുകൾ ഇപ്പോൾ തന്നെ സൗഖ്യമാകുന്നുണ്ട്. വിശ്വസിച്ചോ, ഈ യേശു ജീവിക്കുന്നു. പിശാചിന്റെ പ്രവൃത്തികളെ കണ്ടേച്ച് അയ്യോ എന്ന് പറയാനല്ല യേശു വന്നത്. പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ അവന്റെ നാമത്തെ വിളിച്ചാട്ടെ. യേശുവേ, റോമാലേഖനത്തിലേക്ക് നമുക്ക് വരാം. റോമാലേഖനം 5-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം. റോമാലേഖനം 5-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം. ഏകന്റെ ലംഘനത്താൽ ആ ഏകൻ നിമിത്തം മരണം എല്ലാവരുടെ മേലും വാണുവെങ്കിൽ കൃപയുടെയും നീതിദാനത്തിന്റെയും സമൃദ്ധി ലഭിക്കുന്നവർ യേശുക്രിസ്തു എന്ന ഏകൻ നിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വാഴും. ഏകന്റെ ലംഘനത്താൽ മരണമായ ഏകൻ നിമിത്തം എല്ലാവരുടെ മേലും വാണുവെങ്കിൽ കൃപയുടെയും നീതിദാനത്തിന്റെയും സമൃദ്ധി ലഭിക്കുന്നവർ യേശുക്രിസ്തു എന്ന ഏകൻ നിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വാഴും. ഏറ്റവും അധികമായി ജീവനിൽ വാഴും. ഞാൻ ഇന്നലെ പ്രധാനമായിട്ട് സംസാരിച്ചത് ഈ നീതിദാനത്തിന്റെ സമൃദ്ധി എന്ന വിഷയമായിരുന്നു. നീതിദാനത്തിന്റെ സമൃദ്ധി എല്ലാവരും ഒന്ന് പറയാമോ? നീതിദാനത്തിന്റെ, ഉറക്കെ ഒന്ന് പറഞ്ഞേ, നീതിദാനത്തിന്റെ സമൃദ്ധി. അയ്യോ, നിങ്ങളാരും പറയുന്നത് ഞാൻ കേൾക്കുന്നില്ല. ഉറക്കെ ഒന്ന് പറഞ്ഞാട്ടെ. നീതിദാനത്തിന്റെ, കരമുയർത്തി ഒന്ന് പറഞ്ഞാട്ടെ. നീതിദാനത്തിന്റെ സമൃദ്ധി. സമൃദ്ധമായ നീതിദാനം, സമൃദ്ധമായ നീതിദാനത്തിന്റെ സമൃദ്ധി എന്നുള്ളതാണ് വിഷയം. ഒരു കൂട്ടറിൽ ജീവനിൽ ജീവിക്കും എന്നും ഒരു കൂട്ടർ ജീവനിൽ വാഴും എന്നും വചനം പറയുന്നു. യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച എല്ലാവരും യേശുവിലൂടെ ജീവനിലേക്ക് വന്നിരിക്കുകയാണ്. പക്ഷെ ഈ ജീവനിൽ ചിലരെ സ്പെസിഫിക്കായി വ്യക്തിപരമായി വാഴുവാനായി ദൈവം വിളിച്ചിരിക്കുന്നു. എല്ലാവരും ജീവനിൽ ജീവിക്കുകയാണ്. യേശുവിനെ സ്വീകരിക്കുന്നതോടെ യേശുവിലുള്ള വലിയ ജീവനിലേക്ക് എല്ലാവരും പ്രവേശിക്കുകയാണ്. ഞാൻ വന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകാനും സമൃദ്ധമായ ജീവൻ ഉണ്ടാകാനുമാണ്. സോ യേശുവിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും ജീവൻ ഉണ്ടാകുന്നു, സമൃദ്ധമായ ജീവൻ ഉണ്ടാകുന്നു. ഇത് രണ്ടും രണ്ടായിട്ട് തന്നെയാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. യേശുവിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും കോമൺ ആയിട്ടുള്ളതാണ് ജീവൻ എന്നുള്ളത്. എന്നാൽ അടുത്ത പടിയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്കുള്ളതാണ് സമൃദ്ധമായ ജീവൻ എന്നുള്ളത്. ഇവിടെ ഈ റോമാലേഖനം 5-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ അത് തന്നെയാണ് പറയുന്നത്. കൃപ ലഭിച്ചവരെല്ലാം ജീവനിൽ വാഴും എന്നല്ല, നീതീകരിക്കപ്പെട്ടവരെല്ലാം ജീവനിൽ വാഴും എന്നല്ല, കൃപയുടെയും നീതിദാനത്തിന്റെയും സമൃദ്ധി ലഭിക്കുന്നവർ. ഗിഫ്റ്റ് ഓഫ് ഗ്രേസ് ആൻഡ് ഗിഫ്റ്റ് ഓഫ് റൈച്ചസ്നെസ് ഇൻ അബണ്ടൻസ്. സമൃദ്ധമായിട്ട് ഇത് ആർക്ക് ലഭിക്കുന്നോ അവർ ജീവനിൽ വാഴും എന്നുള്ളതാണ്. രണ്ട് കാര്യത്തിന്റെ സമൃദ്ധിയാണ് നമ്മെ ജീവനിൽ വാഴുവാനായിട്ട് സഹായിക്കുന്നത്. ഒന്ന് കൃപയുടെ സമൃദ്ധി, രണ്ട് നമ്മിൽ സംഭവിച്ച നീതീകരണത്തിന്റെ സമൃദ്ധി, നീതിദാനത്തിന്റെ സമൃദ്ധി. അതിൽ ഇന്നലെ ഞാൻ പ്രധാനമായിട്ട് സംസാരിച്ചത് ഈ നീതിദാനത്തിന്റെ സമൃദ്ധി എന്നുള്ളതാണ്. റോമർ 10:10 നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം. യേശുവിനെ ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായ് കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നതോടെ ഒരാളുടെ ഉള്ളം മുഴുവൻ ദൈവനീതിയാൽ നിറയുകയാണ്. റോമാലേഖനം 10-ാം അധ്യായത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് വായിച്ചാൽ അറിയാം. യഹൂദൻ സ്വയനീതിയിൽ ശരണപ്പെട്ട്
സ്വയനീതിയിൽ ശരണപ്പെട്ട് ദൈവനീതിയിൽ നിന്ന് അന്യമായി പോയപ്പോൾ യഹൂദന്റെ സ്വയനീതി മാറ്റിവെച്ചിട്ട് ദൈവനീതിയിലേക്ക് വാ എന്നാഗ്രഹിച്ച് എഴുതിയതാണ് റോമാലേഖനം 10-ാം അധ്യായം. യഹൂദന്റെ സ്വയനീതി വർക്കൗട്ട് ചെയ്യുന്നില്ലെന്നും യഹൂദന്റെ സ്വയനീതി കൊണ്ട് ഒന്നും യഹൂദന് പ്രാപിക്കാൻ പറ്റത്തില്ലെന്നും ദൈവനീതിയാലാണ് പ്രാപിക്കുന്നത് എന്നുമായ സത്യം റോമാലേഖനം 10-ാം അധ്യായത്തിലൂടെ വിശദീകരിക്കുകയാണ്. എന്നിട്ട് റോമാലേഖനം 10-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ പൗലോസ് പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ ഹൃദയം കൊണ്ട് യേശുവിനെ വിശ്വസിച്ചപ്പോൾ ഹൃദയം കൊണ്ട് നീതിക്കായി യേശുവിനെ വിശ്വസിച്ചു. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ, നിങ്ങൾ യേശുവിനെ വിശ്വസിച്ച ഉടനെ തന്നെ നിങ്ങളുടെ ഉള്ളത്തെ ദൈവം നീതി കൊണ്ട് നിറച്ചു. നിങ്ങളുടെ അകത്ത് നീതിയാൽ നിറയപ്പെട്ട് കഴിഞ്ഞു. സ്വയനീതിയാലല്ല, ദൈവനീതിയാൽ. യേശുവിനെ സ്വീകരിക്കുന്നത് വരെ സ്വയനീതിയുടെ ഇരിപ്പിടങ്ങളായിരുന്നു നാം എല്ലാം. ഞാനത് ചെയ്യുന്നു, ഞാനിത് ചെയ്യുന്നു, ഞാൻ അതും ഇതും കൂടെ ചെയ്യുന്നു, ഞാൻ അങ്ങനെ ചെയ്തു, ഞാൻ ഇങ്ങനെ ചെയ്തു, 21 ദിവസം ചെയ്തു, 40 ദിവസം ചെയ്തു, 7 ദിവസം ചെയ്തു, ഞാൻ ഇത്ര ദിവസങ്ങളായിട്ട്, ഇത്ര വർഷങ്ങളായിട്ട്, ഇത്ര മാസങ്ങളായിട്ട് പതിവ് തെറ്റാതെ അതെല്ലാം ചെയ്തു വരുന്നു. ഇതെല്ലാം കൊണ്ട് എനിക്കിത് ലഭിക്കണം എന്ന ഉപാധിക്കാരായിരുന്നു നാം. എന്നാൽ യേശുവിനെ സ്വീകരിച്ചതോടെ ഈ വ്യവസ്ഥ അങ്ങോട്ട് മാറിയിട്ട്, കർത്താവേ, ഞാൻ ആയിരിക്കുന്നത് നിന്റെ നീതിയാലാണ്. ഹല്ലേലൂയ. റോമാലേഖനം 3-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം 21-ാം വാക്യം വായിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലായി. ഇപ്പോഴോ ദൈവത്തിന്റെ നീതി വിശ്വസിക്കുന്നവർക്ക് യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താലുള്ള ദൈവത്തിന്റെ നീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വന്നിരിക്കുന്നു. അതിന് ന്യായപ്രമാണവും പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു. ദൈവത്തിന്റെ നീതി ഇന്ന് ന്യായപ്രമാണം കൂടാതെ, ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്ന നീതി ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വന്നിരിക്കുന്നു. എങ്ങനെ? യേശുവിലുള്ള വിശ്വാസത്താൽ. ന്യായപ്രമാണം തന്നിൽ നിവർത്തിച്ച യേശുവിലുള്ള വിശ്വാസത്താൽ വിശ്വസിക്കുന്നവരിൽ ദൈവത്തിന്റെ നീതി ന്യായപ്രമാണത്തിലൂടെ വെളിപ്പെടണമെന്ന് ദൈവം ആഗ്രഹിച്ച ദൈവത്തിന്റെ നീതി സൗജന്യമായി വെളിപ്പെടുന്നു. അതാ റോമർ 23-21 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ കണ്ടത്. ഇന്ന് നമ്മൾ പ്രധാനമായിട്ട് കേൾക്കാൻ പോകുന്നത് ഈ നീതിദാനത്തിന്റെ സമൃദ്ധി എന്ന് പറഞ്ഞതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് കൃപയുടെ സമൃദ്ധി. എല്ലാവരും ഒന്ന് പറഞ്ഞ അവതം, കൃപയുടെ സമൃദ്ധി. കൃപയുടെ സമൃദ്ധി എന്ന് പറയുന്നത്, നിങ്ങൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ കുറച്ചേറെ വാക്യങ്ങൾ വേഗത്തിൽ വായിക്കേണ്ടത് ആവശ്യമായി വരും. എല്ലാ വാക്യങ്ങളും വായിച്ചാൽ നമുക്ക് ഈ പകലിൽ അത്രത്തോളം സമയം രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ലഭിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ചെറിയ 2-3 വാക്യങ്ങൾ വേഗത്തിൽ നിങ്ങളുടെ ശ്രദ്ധയിലോട്ട് കൊണ്ടുവരാം. 2 തിമോഥെയോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം ആരെങ്കിലും വേണമെങ്കിൽ ഒന്ന് എടുത്ത് വായിച്ചു. പൗലോസ് തിമോഥെയോസിനോട് പറയുന്ന ഒരു വലിയ പ്രബോധനമാണ് 2 തിമോഥെയോസ് 2-ന്റെ 1-ാം വാക്യത്തിൽ നിങ്ങൾ കാണുന്നത്. എൻ്റെ മകനെ തിമോഥെയോസേ, ക്രിസ്തയേശുവിലുള്ള കൃപയിൽ ശക്തിപ്പെടുക. ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് ദി ഗ്രേസ്. കൃപയിൽ you need to be strong in the grace. നിങ്ങൾ കൃപയിൽ ശക്തിപ്പെടുക. ഹല്ലേലൂയ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേൾക്കാൻ പോകുന്നത്. നിങ്ങൾ ആ വാക്യം കണ്ടുവെങ്കിൽ ഇനി തല പൊക്കുക. ഹല്ലേലൂയ. പൗലോസ് നീണ്ട വർഷത്തെ ശക്തമായ ശുശ്രൂഷയുടെ രഹസ്യം ഒറ്റ വാക്കിൽ പൗലോസ് പറയാൻ ആഗ്രഹിക്കുന്നു. അത് ഒറ്റ വാക്കിൽ പൗലോസ് പറയുന്നത് ഇതാണ്: അവന്റെ കൃപ എൻ്റെ ബലഹീനതകളിൽ തികഞ്ഞു വരുന്നത് കൊണ്ട് എൻ്റെ ബലഹീനതകൾ കുറവുകളായി എന്നിൽ അവശേഷിക്കുന്നില്ല. കാരണം എൻ്റെ ബലഹീനതയിൽ അവൻ്റെ കൃപ തികഞ്ഞു വരികയാണ്. ഇപ്പം മകനായ തിമോഥെയോസിന് ലേഖനം എഴുതുമ്പോഴും പൗലോസിന് പറയാൻ ആഗ്രഹം ഇത് തന്നെയാ: എൻ്റെ മകനെ തിമോഥെയോസേ, ക്രിസ്തയേശുവിലുള്ള കൃപയിൽ നീ ശക്തിപ്പെടുക. കൃപയുടെ ശക്തി നീ സ്വീകരിക്കുക. കൃപയ്ക്കകത്ത വ്യക്തിയെ നീ സ്വീകരിക്കുക. കൃപ എന്ന വാക്കിന്റെ അർത്ഥം ഈ നാളുകൾ ഒത്തിരി തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു പദമാണ് കൃപ എന്ന് പറയുന്നത്, കൃപയിലുള്ള ജീവിതം എന്ന് പറയുന്നത്. പക്ഷെ ആൾക്കാർക്ക് തിരിച്ചറിവില്ലാത്ത കൊണ്ടാണ് ഇതാരെങ്കിലും തെറ്റിദ്ധരിക്കുന്നെങ്കിൽ തെറ്റിദ്ധരിക്കാൻ കാര്യം. പക്ഷെ തെറ്റിദ്ധരിക്കേണ്ട ഒരു കാര്യം ഇതിനകത്തില്ല. കൃപ എന്താന്ന് വാസ്തവമായി പഠിച്ചാൽ എന്താ കൃപ? കൃപ എന്നത് ദൈവത്തിന്റെ ഔദാര്യമാണ്. പുത്രനിലൂടെ വെളിപ്പെട്ട പിതാവിന്റെ ഔദാര്യത്തെയാണ് ഇവിടെ കൃപ എന്ന് വെളിപ്പെടുന്നത്. എങ്ങനെയാണ് നാം രക്ഷിക്കപ്പെട്ടത്? നീതീകരിക്കപ്പെട്ടത് എങ്ങനെയോ അങ്ങനെ തന്നെയാണ്
നാം രക്ഷിക്കപ്പെട്ടതും നീതീകരിക്കപ്പെടുകയായിരുന്നു. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ദൈവം നമ്മെ നീതീകരിക്കുകയായിരുന്നു, നാം നീതീകരിക്കപ്പെടുകയല്ലായിരുന്നു. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ഞാൻ നീതിമാനാവുകയല്ലായിരുന്നു, എന്നെ നീതിമാനാക്കുകയായിരുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് പുതിയ നിയമത്തിൽ വചനം പറയുമ്പോൾ നീതിമാൻ എന്ന് പറയുന്നതിന് മുമ്പ് ഒരു പദം എഴുതാറുണ്ട്, എൻ്റെ നീതിമാൻ, മൈ റൈച്ചസ്. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന് പറഞ്ഞാൽ സ്വയം പ്രവർത്തി ചെയ്ത് നീതിമാനായവരല്ല, എൻ്റെ നീതിയാൽ, ദൈവനീതിയാൽ നീതിമാന്മാരാക്കപ്പെട്ടവർ. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആമേൻ. ഇതുപോലെ തന്നെയാണ് കൃപയുടെയും കാര്യം. എങ്ങനെയാണ് നിങ്ങൾ കൃപയിൽ വളരുന്നത്? ഇവിടെ കൃപയുടെ സമൃദ്ധി ലഭിച്ചവർക്കാണ് ജീവനിൽ വാഴാൻ കഴിയുന്നതെന്ന് ഞാൻ ആരംഭവാക്യത്തിൽ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. കൃപയുടെയും നീതിദാനത്തിൻ്റെയും സമൃദ്ധി ലഭിക്കുന്നവരാണ് യേശുക്രിസ്തു എന്ന ഏകനിലൂടെ ജീവനിൽ വാഴുന്നത്. സോ കൃപയുടെ സമൃദ്ധി എങ്ങനെയാണ് ലഭിക്കുന്നത്? കൃപയാൽ നാം വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടു. ഇതിനപ്പുറത്ത് കൃപയുടെ ഒരു വെളിപ്പാട് നമുക്കറിയത്തില്ല, അറിയാൻ നമ്മൾ ശ്രമിക്കാറുമില്ല. കൃപയെന്ന് കേൾക്കുമ്പോഴേ നമ്മൾ ഓടി ഒളിക്കാറാണ്. സത്യത്തിൽ കൃപയാൽ നാം വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നത് രക്ഷാകാരണമായ കൃപയാണ്. ശ്രദ്ധിക്കണമേ, രക്ഷാകാരണമായ കൃപയാണ്. പക്ഷേ കൃപ അവിടം കൊണ്ട് തീർന്നിട്ടില്ല, കൃപ അവിടം കൊണ്ട് തുടങ്ങുകയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ. കൃപയാൽ രക്ഷിക്കപ്പെട്ട പൗലോസ് അപ്പോസ്തലനായി കഴിഞ്ഞപ്പോഴും താൻ പറഞ്ഞത് എന്താണെന്നറിയോ? കൃപയാൽ അപ്പോസ്തലനായ പൗലോസ്, കൃപയാൽ രക്ഷിക്കപ്പെട്ട പൗലോസ്, കൃപയാൽ ശുശ്രൂഷ സ്വീകരിച്ച പൗലോസ്, കൃപയാൽ അപ്പോസ്തലനായപ്പോൾ. നോക്കിക്കേ, അപ്പൊ ഒരാളുടെ ജീവിതത്തിന്റെ ആരംഭം മുതൽ അയാളുടെ ജീവിതത്തിന്റെ അവസാനം വരെ അയാളിൽ സമൃദ്ധമായി പെരുകേണ്ടതാണ്, സമൃദ്ധമായി വളരേണ്ടതാണ് കർത്താവിൻ്റെ കൃപ എന്നുള്ളത്. സോ കൃപ വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞാട്ട് കൃപയുടെ സമൃദ്ധി പ്രാപിക്കണം. പറഞ്ഞാട്ടെ. അടുത്തിരിക്കുന്ന ആൾക്ക് കരം കൊടുത്ത് പറഞ്ഞാട്ടെ കൃപയുടെ സമൃദ്ധി പ്രാപിക്കണം, സമൃദ്ധമായ കൃപയെ സ്വീകരിക്കണം. ഹല്ലേലൂയ. സാധാരണ രീതിയിൽ ജീവിച്ചാൽ പോരാ, സമൃദ്ധമായ കൃപയെ പ്രാപിക്കണം. ഞാൻ ഈ വിഷയത്തെ ഇത്രയും എംഫസൈസ് ചെയ്ത് ഈ ദിവസങ്ങളിൽ പലയിടങ്ങളിൽ ഓൾ ഓവർ ദ വേൾഡ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തിങ്കളാഴ്ച ഞങ്ങൾ പിന്നെ UK പഠിപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. കണ്ടിന്യൂസ് ലോകം മുഴുവൻ യാത്ര ചെയ്ത് ഇത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുക ഈ ദിവസങ്ങളിൽ. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ജീവനിൽ വാഴും എന്ന് പറയുന്നത് കൃപയുടെയും നീതിദാനത്തിൻ്റെയും സമൃദ്ധി ലഭിച്ചവരാണ്. ഈ സത്യം അറിയാതെ ഒരാൾക്ക് പോലും വാഴ്ചയില്ലാതാകരുത്. ഹല്ലേലൂയ. കാരണം ഈ സത്യം അറിഞ്ഞവർക്ക്, നീതിദാനത്തിൻ്റെയും കൃപയുടെയും സമൃദ്ധി ലഭിച്ചവർക്ക് ജീവനിൽ വാഴാൻ കഴിയുള്ളൂ. എത്ര പേർക്ക് ജീവനിൽ വാഴാൻ താല്പര്യമുണ്ട്? ഹല്ലേലൂയ. ബ്രദറെ, എനിക്ക് ജീവനിൽ വാഴണമെന്ന് പറയുന്ന ഒരു കരമുയർത്തിയാട്ടെ. ജീവനിൽ വാഴാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃപയുടെയും നീതിദാനത്തിൻ്റെയും സമൃദ്ധി ലഭിക്കണം, അതിൻ്റെ അബണ്ടൻസ് ലഭിക്കണം, അതിൻ്റെ ആഴം നിങ്ങൾ അറിയുവാനിടയാകണം. കൃപയാൽ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നത് കൃപയുടെ ഒന്നാം ഘട്ടമാണ്. ആ കൃപയുടെ ഒന്നാം ഘട്ടത്തിൽ നിന്ന് ആ കൃപ എന്ന പാക്കേജ് നിങ്ങളുടെ അകത്ത് രക്ഷിക്കപ്പെട്ടപ്പം വന്നു എന്ന് അറിഞ്ഞ് ആ കൃപയിൽ നിങ്ങൾ വളരുവാൻ തയ്യാറാകണം. കൃപയ്ക്കകത്തുള്ളതാണ് കൃപാവരങ്ങൾ. ഹലോ, എത്ര പേരെന്നെ കേൾക്കുന്നു? ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ആമേൻ. കൃപ എന്ന പാക്കേജിനകത്തുള്ളതാണ് കൃപാവരങ്ങൾ. ഒരുവനിൽ കൃപാവരം ജ്വലിക്കുന്നുവെങ്കിൽ പുതുതായി എവിടുന്നോ എന്തോ വന്ന് ജ്വലിക്കുകയല്ല, അവനിൽ വന്ന കൃപാവരം അവനിൽ ജ്വലിക്കുകയാണ്. എപ്പോഴാ കൃപാവരം വന്നത്? കൃപയാൽ എന്ന് രക്ഷിക്കപ്പെട്ടോ അന്നേ കൃപാവരം വന്നു. പക്ഷെ ഈയിടെയാണല്ലോ അത് കാണുന്നത്, ഈയിടെ അത് ജ്വലിച്ചത്. പക്ഷെ വന്നത് ഈയിടെയല്ല, വന്നു എന്ന് ഇയാൾ അറിഞ്ഞത് ഈയിടെയാ. കരമടിച്ചൊന്ന് കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. നിങ്ങൾ എന്ന് യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചോ അന്ന് തന്നെ കൃപയാണ് നിങ്ങൾ സ്വീകരിച്ചത്. ആ കൃപയ്ക്കകത്തുള്ളതാണ് കൃപാവരങ്ങൾ, ആ കൃപയ്ക്കകത്തുള്ളതാണ് കൃപാദാനങ്ങൾ, ആ കൃപയ്ക്കകത്തുള്ളതാണ് പല തരത്തിലുള്ള കൃപയുടെ സോഴ്സുകൾ, ഉറവിടങ്ങൾ. ഹല്ലേലൂയ. കൃപ എന്ന പാക്കേജിനകത്തുള്ളതെല്ലാം കൃപയിൽ നിങ്ങൾ വളരുന്നതനുസരിച്ച്, കൃപയുടെ സമൃദ്ധി നിങ്ങൾക്ക് ലഭിക്കുന്നതനുസരിച്ച്
നിങ്ങൾ പോലും അറിയാതെ നിങ്ങളിൽ പരിവർത്തിക്കുവാൻ തുടങ്ങും. ഹല്ലേലൂയ. ഇത് കുറച്ചുകൂടെ ഞാൻ സംസാരിക്കുന്ന കുറച്ചുകൂടെ പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങളാണ്. രാത്രിയിൽ ഒരു കൺവെൻഷൻ മൂഡിലാണെങ്കിൽ ഇന്ന് പകൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ആധികാരികമായി മനസ്സിലാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ചാട്ടെ. കൃപയുടെ സമൃദ്ധി എന്ന് പറയുന്നത് കൃപയെക്കുറിച്ചുള്ള ആഴമായ അറിവിലൂടെയാണ്. തിമോഥെയോസിനോട് പൗലോസ് പറയുമ്പോൾ പറയുന്നു, എൻ്റെ മകനെ തിമോഥെയോസേ, എൻ്റെ കൈവപ്പിനാൽ നിന്നിൽ ഉളവായ, നിന്നിൽ ജ്വലിച്ച കൃപാവരങ്ങൾ, അതിൻ്റെ ആഴം എന്തെന്ന് നീ അറിയണം. പൗലോസ് തിമോഥെയോസിനോട് പറയുന്നു, എൻ്റെ മകനെ തിമോഥെയോസേ, എൻ്റെ കൈവപ്പിനാൽ നിന്നിൽ കൃപാവരം ജ്വലിച്ചു. ഞാൻ കൈവച്ചപ്പോൾ നിന്റെ മേൽ കൃപാവരം വന്നു എന്നല്ല പറഞ്ഞത്, നിന്റെ മേൽ അത് ഉണ്ടായിരുന്നത് എൻ്റെ കൈവപ്പിനാൽ, അല്ലെങ്കിൽ എൻ്റെ പ്രബോധനത്താൽ, എൻ്റെ കൂടെ നീ നടന്നപ്പോൾ ജ്വലിക്കാനിടയായി. അപ്പൊ കൃപയാൽ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞു ഒതുങ്ങി ഇരുന്നാ പോരാ. കൃപയ്ക്കകത്തുള്ളതെല്ലാം അനുഭവിക്കുന്ന ഒരു പക്വതയിലേക്ക് വരണം. എനിക്കത് പോരാ, കൃപയ്ക്കകത്ത് എന്തൊക്കെ ഉണ്ടോ അത് മുഴുവൻ അനുഭവിച്ച് ഞാൻ അടങ്ങത്തുള്ളെന്ന് നിങ്ങൾ വായി തുറന്ന് പറയാൻ തയ്യാറാകണം. നിങ്ങൾ പറയണം, കൃപയ്ക്കകത്ത് ഒന്ന് പറഞ്ഞേ, കൃപയ്ക്കകത്ത് എന്തൊക്കെ ഉണ്ടോ, പറഞ്ഞ കൃപയ്ക്കകത്ത് എന്തൊക്കെ ഉണ്ടോ അത് മുഴുവൻ അനുഭവിച്ചേ ഞാൻ അടങ്ങുകയുള്ളൂ. എത്ര പേരങ്ങനെ പറയും? കൃപയ്ക്കകത്ത് എന്തൊക്കെ ഉണ്ടോ അത് മുഴുവൻ അനുഭവിച്ചേ ഞാൻ അടങ്ങുകയുള്ളൂ. കൃപയ്ക്കകത്ത് കൃപാവരങ്ങൾ ഉണ്ടെങ്കിൽ അത് എൻ്റേതാണ്. കൃപയ്ക്കകത്ത് കൃപാദാനങ്ങൾ ഉണ്ടെങ്കിൽ അത് എൻ്റേതാണ്. കൃപയ്ക്കകത്ത് കൃപാദാനത്തിന്റെ സമൃദ്ധി ഉണ്ടെങ്കിൽ അത് എൻ്റേതാണ്. ഞാനത് പ്രാപിച്ചേ അടങ്ങത്തുള്ളൂ. നിങ്ങൾക്കത് വിശ്വാസത്താൽ പ്രാപിക്കാൻ കഴിയും. ഇതിനു വേണ്ടി നിങ്ങൾ ഒന്നും ചെയ്യണ്ട. വിശ്വസിക്കുന്നുവെങ്കിൽ ഇന്ന് ആ കൃപയുടെ സമൃദ്ധി നിങ്ങളിലേക്ക് വ്യാപരിക്കുവാനായി പോകുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൃപയുടെ പെരുപ്പമാണ് കൃപയുടെ സമൃദ്ധി. ശ്രദ്ധിക്കണമേ, കൃപയുടെ പെരുപ്പമാണ് കൃപയുടെ സമൃദ്ധി. എപ്പോഴാ കൃപ പെരുകിയത്? എങ്ങനെയാ കൃപ പെരുകിയത്? എങ്ങനെ കൃപ പെരുകും? ഈ കാര്യങ്ങൾ വളരെ വിമർശിക്കപ്പെടാൻ സാധ്യതയുള്ള ഒരു കാര്യമാകയാൽ ആരും ഉറങ്ങരുത്. എങ്ങനെ മാറാം? അധ്യായത്തിന്റെ 1-ാം വാക്യം ഞാൻ വായിച്ചോളാം, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ആകയാൽ നാം എന്തു പറയണ്ടു? കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുകയെന്നോ ഒരു നാളും അരുത്. പാപസമ്മതമായി മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? അല്ല, യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളായി തീരുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നാം അറിയുന്നില്ലയോ? അങ്ങനെ അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ആമേൻ. അപ്പൊ റോമർ 6:1-2 വാക്യങ്ങൾ ഞാനിപ്പോ സംസാരിക്കാൻ പോവാ. ശ്രദ്ധിച്ചു കണ്ടു. കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുകയെന്നോ ഒരു നാളും അരുത്. പാപസംബന്ധമായി മരിച്ചവരായ ഞങ്ങൾ ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? അപ്പൊ 2 റിയാലിറ്റികൾ ഒരേ ധ്രുവത്തിൽ പൗലോസ് അവതരിപ്പിക്കുകയാണ്. 1-ാം വാസ്തവം പൗലോസ് അവതരിപ്പിക്കുന്നു, കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുകയെന്നോ. 2-ാം വാസ്തവം പൗലോസ് അവതരിപ്പിക്കുന്നു, ഒരു നാളും അരുത്. നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുകയില്ല. എന്തുകൊണ്ട്? നിങ്ങൾ പാപസംബന്ധമായി മരിച്ചവരാണ്. നിങ്ങൾ പാപത്തിൽ മരിച്ചവരായിരുന്നു. ഇപ്പോൾ നിങ്ങൾ മരിച്ചു കിടന്ന പാപം സംബന്ധിച്ച് മരിച്ചവരാണ്. ഹലോ, എത്ര പേരെന്നെ കേട്ടു? നിങ്ങൾ ഒരിക്കൽ പാപത്തിൽ മരിച്ചവരായിരുന്നു. ഇപ്പോൾ നിങ്ങൾ മരിച്ചു കിടന്ന പാപം സംബന്ധിച്ച് മരിച്ചവരായിരുന്നു. Once we were dead in sin. Now we dead to sin. നാം പാപത്തിൽ മരിച്ചവരായിരുന്നു. ഇപ്പോൾ പാപത്തിന് മരിച്ചവരാ. ഹലോ, തലയിലൊന്ന് കുലുക്ക്. ഹല്ലേലൂയ. പാപത്തിന് മരിച്ചപ്പോഴാണ് നാം ദൈവത്തിന് ജീവിക്കാൻ തുടങ്ങി. ഹലോ, പാപത്തിൽ മരിച്ചു കിടന്നപ്പോൾ നാം പാപത്തിന് ജീവിക്കുകയായിരുന്നു. എന്നാൽ പാപത്തിന് മരിച്ചു കിടന്നപ്പോൾ നാം ദൈവത്തിന് ജീവിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. അപ്പൊ 2-ാം വാക്യത്തിൽ പൗലോസ് വിശദീകരിക്കുന്നത്, ഒരിക്കലും നിങ്ങളെ കൊണ്ട് പാപത്തിൽ തുടരാൻ കഴിയുകയില്ല. യു കനോട്ട്. നിങ്ങളെ കൊണ്ട് പാപത്തെ തുടരാൻ കഴിയുകയില്ല. എന്തുകൊണ്ട്? നൗ, ഇപ്പോൾ നിങ്ങൾ പാപസംബന്ധമായി മരിച്ചവരായിരിക്കുന്നു. ഈ പൊളൈൻ തോട്ടിന്റെ അല്ലെങ്കിൽ പൗലോസിന്റെ ചിന്തകളുടെ, പ്രത്യേകിച്ച് പൊളൈൻ തിയോളജിയുടെ ഏറ്റവും അടിത്തറ എന്ന് പറയുന്നത്, ഫൗണ്ടേഷൻ ഇടാതെ ഒന്നും പൗലോസ് എന്ന് പറയുന്ന അപ്പോസ്തലനിലൂടെ പണിയപ്പെടുകയില്ല.
ആദ്യം ശരിക്കും അങ്ങ് ഫൗണ്ടേഷൻ ഇടും. റോമാലേഖനം 6:1 പ്രാക്ടിക്കലാണ്. കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുകയെന്നോ. രണ്ടാമത്തെ തിയറിയാ. രണ്ടാമത്തെ തിയറി എന്താ? ഒരു നാൾ വരുത് പാപസംബന്ധമായി മരിച്ചവരായി നിങ്ങൾ ഇനി എങ്ങനെയാ അതിൽ തുടരുന്നത്? അപ്പൊ ആദ്യം പ്രാക്ടിക്കൽ ലെസൺ പറയുന്നു, പിന്നെ തിയറി പറയുന്നു. തിയറിക്കനുസരിച്ച് പ്രാക്ടിക്കൽ ഓടുന്നില്ല, അതാണ് നമ്മുടെ വിഷയം ഇന്ന്. പക്ഷെ ഇവിടെ അതിനുള്ള വഴിയും പൗലോസ് 10-ാം വാക്യത്തിൽ വിശദീകരിക്കുന്നുണ്ട്. റോമർ 6:10. ഞാൻ അങ്ങോട്ട് വരുന്നതിന് മുമ്പേ ആദ്യത്തെ വാക്ക് വിശദീകരിക്കാം. ശ്രദ്ധിച്ചു കേട്ടോ. കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുകയെന്നോ. അപ്പൊ നിങ്ങൾ തന്നെ ഈ വാക്യത്തെ ഒന്ന് വിശദീകരിച്ചു. റോമർ 6:1. ഞാൻ പറഞ്ഞാലേ പ്രശ്നമുള്ളൂ, നിങ്ങൾ തന്നെ പറഞ്ഞു. റോമർ 6:1. കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുകയെന്നോ. അപ്പൊ പാപം ചെയ്തപ്പോ എന്ത് സംഭവിച്ചു? ആരാ പറഞ്ഞേ? റോമർ 6:1 വിശദീകരിക്കേ. റോമൻ 6:1. കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുകയെന്നോ. അപ്പൊ പാപം ചെയ്തപ്പോ എന്ത് സംഭവിച്ചു? ഒരു നാൾ വരുത് എന്ന് 2-ാം ഭാഗമാണ്. പാപസംബന്ധമായി മരിച്ചിരിക്കുന്നു എന്ന് 3-ാം ഭാഗമാണ്. പാപസംബന്ധമായി മരിച്ചവരായി നാം ഇനി അതിൽ ജീവിക്കരുത് എന്ന് 4-ാം ഭാഗമാണ്. പക്ഷെ 1-ാം ഭാഗം ആദ്യം പറ. കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുകയെന്നോ. ഒരു നാളും വരുത്. പാപം ചെയ്തപ്പോ എന്ത് സംഭവിച്ചു? യോ, ദുരുപദേശം പറയുന്നു. റോമർ 6:1 വായിക്കുക. നിങ്ങൾ വിശദീകരിച്ചേ, ഞാൻ നിങ്ങൾക്ക് വിട്ടു. ഇനി എന്തേലും ദുരുപദേശം പറഞ്ഞാൽ നിങ്ങളാ പറയുന്നത്. പറഞ്ഞോ. കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുന്നോ. ഒരു നാൾ വരുത്. സോ പാപം ചെയ്തപ്പോ എന്ത് സംഭവിച്ചു? ഉറക്കെ പറഞ്ഞേ. അയ്യോ, എന്താ വാക്യം അതുപോലെ വിശദീകരിക്കാൻ മടി? പാപം ചെയ്തപ്പോ കൃപ പെരുകി. ധൈര്യമായിട്ട് പറഞ്ഞു, അതാ സത്യം. അതുകൊണ്ടാണ് ഇവിടെ ജീവനോടിരിക്കുന്നത്. നിങ്ങൾ ചെയ്ത പാപത്തിനനുസരിച്ച് ശിക്ഷ വരികയായിരുന്നെങ്കിൽ ഇന്നിവിടെ ജീവനോടിരിക്കുവോ? അപ്പൊ എന്നാ പെരുകിയേ? ഉറക്കെ പറ. നിങ്ങൾ തെറ്റ് ചെയ്തപ്പോ അവന്റെ കൃപ പെരുകിയത് കൊണ്ടാണ് നിങ്ങൾ ഇന്നിവിടെ ജീവനോടിരിക്കുന്നത്. കരമടിച്ചൊന്ന് കർത്താവിന് സ്തോത്രം ചെയ്താൽ. ഇത് സത്യമാണ്, പക്ഷെ പറയുമ്പോൾ നമുക്കങ്ങ് പൊള്ളും. ഇത് അനുഭവിക്കുന്ന സത്യമാണ്, പക്ഷെ പറയുമ്പോൾ നമുക്കങ്ങ് പൊള്ളും. അങ്ങനെ പറയാനൊക്കെ വന്ന അങ്ങനെ പറഞ്ഞാലേ ജനം വിടുവിക്കപ്പെടത്തുള്ളൂ. ഹല്ലേലൂയ. നീ പാപം ചെയ്തപ്പോ അവന്റെ കൃപ പെരുകിയത് കൊണ്ടാണ് നീ ഇന്നിവിടെ ജീവനോടിരിക്കുന്നത്. പക്ഷെ നിന്നെ കൊണ്ട് ചെയ്യുന്ന പാപത്തിൽ തുടരാൻ കഴിയുകയില്ല. അതെന്തുകൊണ്ടാണ്? പാപസംബന്ധമായി മരിച്ചയാളാണ് നീ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ആമേൻ. എത്ര പേർക്ക് ഇത് മനസ്സിലാകുന്നു? എത്ര പേർക്ക് ഇത് മനസ്സിലാകുന്നു? കരമുയർത്തി ഒന്ന് കർത്താവിന് സ്തോത്രം ചെയ്തേ. പാപസംബന്ധമായി മരിച്ചയാൾ എപ്പോഴാ മരിച്ചത്? നമ്മൾ വിചാരിക്കുന്നത് രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, കുറേ നാളെല്ലാം കൂടെ കഴിഞ്ഞപ്പം പാപസംബന്ധമായി മരിച്ചു എന്ന അല്ല. യേശുവിനെ നിങ്ങൾ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചപ്പോൾ നിങ്ങളുടെ അകത്ത ഒരു മരണവും ഒരു ജനനവും നടന്നു. പഴയതിൻ്റെ മരണവും പുതിയതിൻ്റെ ജനനവും സംഭവിച്ചു. അതുകൊണ്ടാണ് സ്നാനത്തിൽ നിങ്ങൾ പഴയ മനുഷ്യനെ കുഴിച്ചിട്ടേ. ഹല്ലേലൂയ. പഴയതിനും മരണവും പുതിയതിന് ജനനവും സംഭവിച്ചില്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ കുഴിച്ചിടേണ്ട ആവശ്യമില്ലായിരുന്നു. കുഴിച്ചിടിയിൽ ആവശ്യമായി വന്നത് പഴയതിന് മരണം സംഭവിച്ചത് കൊണ്ടാണ്. എത്ര പേരെന്നെ കേൾക്കുന്നുണ്ട്? ഒന്ന് മിണ്ടിക്കേ. ആമേൻ, 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 ആമേൻ. അപ്പൊ മരിച്ചതിനെ കുഴിച്ചിട്ടു. പക്ഷേ ഇവിടെ ചോദിക്കുക, കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുകയെന്നോ. ദിസ് ഇസ് തിയറി. എൻ്റെ പഴയതിനെ ഞാൻ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. പഴയതിനെ കുഴിച്ചിട്ട ശേഷം ഒരു വട്ടം പോലും പാപം ചെയ്തിട്ടില്ലാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് കൈ ഉയർത്തിക്കേ. ചില്ലുകൂട് പണിയാനാ. ഒന്ന് കാണട്ടെ, ഒരു കൈ ഉണ്ടെ കാണട്ടെ. എവിടെയെങ്കിലും ഈ ഇത്രയും ആൾക്കാർ ഇവിടെ വന്നിട്ടില്ല, ഒരു കൈയെങ്കിലും ഉണ്ടെ കാണട്ടെ. എൻ്റെ ബ്രദറെ, പാപസംബന്ധമായി മരിച്ച ശേഷം ഞാൻ ഒരു പാപം ചെയ്തിട്ടില്ലെന്ന് ഇന്ന് ഈ ഹോളി വന്ന ശേഷം പാപം ചെയ്യാത്തവരുണ്ടോ? ഒന്ന് കൈ ഉയർത്തിക്കേ. നോട്ടം കൊണ്ടോ ചിന്ത കൊണ്ടോ ഭാവം കൊണ്ടോ ഈ ഹോളി വന്ന ശേഷം പാപം ചെയ്യാത്തവരുണ്ടോ? ഒന്ന് കൈ ഉയർത്തിക്കേ. കണ്ടോ? നിങ്ങൾ ഏറ്റവും കൂടിയ 3 മണിക്കൂറായിക്കാണ് ഈ ഹോളി വന്നിട്ട്. ഈ 3 മണിക്കൂറിനിടയിൽ ചിന്ത കൊണ്ട് പോലും പാപം ചെയ്യാത്തവരായിട്ട് ആരും ഇവിടെ ഇല്ല. പാപസംബന്ധമായി മരിച്ചു എന്നുള്ളതല്ല സത്യം. അങ്ങനെയല്ലേ വചനം പറഞ്ഞു. പാപസംബന്ധമായി മരിച്ചവരായ നാം അതിൽ തുടരുന്നത് എങ്ങനെ? അതാ പോലും ചോദിക്കുന്നത്. എങ്ങനെ അത് തുടരാൻ പറ്റുന്നു എന്നുള്ളത് ചോദിക്കുന്നത്. പക്ഷെ ഇത് തഴക്കത്താൽ അഭ്യസനം വന്നവർക്കുള്ള ലെവലാണ്.
പാപസംബന്ധമായി മരിച്ച എനിക്ക് പാപത്തിൽ തുടരാൻ പറ്റുകയില്ല എന്നുള്ളത് തഴക്കത്താൽ നീതിയുടെ വചനത്തിന്റെ തഴക്കത്താലുള്ള അഭ്യസനം വന്നവർക്കുള്ള ലെവലാണ്. പക്ഷെ ആ ഒരു പക്വതയിലേക്ക് നടക്കുന്ന വഴിക്ക്, ആ ഒരു പക്വതയിലേക്ക് പോകുന്ന വഴിക്ക് നിന്റെ കണ്ണിലൂടെ പാപം വരാം, നിന്റെ കയ്യിലൂടെ പാപം വരാം, നിന്റെ നാവിലൂടെ പാപം വരാൻ സാധ്യതയുണ്ട്. ആ പാപം വരുമ്പോൾ എന്താ നിനക്ക് സംഭവിക്കുന്നതെന്ന് അറിഞ്ഞില്ല എങ്കിൽ ആ പാപത്തിൽ തുടരുവാനും ആ പാപം നിന്റെ നിത്യജീവനെ പോലും നിന്നിൽ നിന്ന് ഇല്ലാതാക്കുവാനും സാധ്യതയുണ്ട്. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആമേൻ. എന്താ പറഞ്ഞതിന്റെ സാരം? ഇന്ന് സജിത്ത് എന്ന് പറയുന്ന ഞാൻ ഇന്ന് രാവിലെ എഴുന്നേറ്റു, എൻ്റെ കണ്ണുകൊണ്ട് പാപം ചെയ്തപ്പോൾ എന്താ സംഭവിച്ചതെന്ന് നിങ്ങൾ തിരിച്ചറിയണമേ. എൻ്റെ മേൽ അവൻ്റെ കൃപയാണ് പെരുകിയത്. ഹല്ലേലൂയ. പക്ഷെ ആ കൃപ എന്തിനുള്ള കൃപയാണെന്ന് ആൾക്കാർക്ക് അറിയത്തില്ല. നിങ്ങൾ റോമാലേഖനം 1-ാം അധ്യായം ഒന്നെടുത്തേ. റോമർ 2:4, റോമൻസ് 2:4. ഈ വാക്യം വളരെ പ്രധാനപ്പെട്ടതാണ്, നന്നായിട്ട് ശ്രദ്ധിക്കണം. റോമാലേഖനം 2-ാം അധ്യായത്തിന് 4-ാം വാക്യം. അല്ല, കണ്ടോണേ, എല്ലാവരും ശ്രദ്ധിക്കണം. അല്ല, ദൈവത്തിന്റെ ദയ നിന്നെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു എന്നറിയാതെ നീ അവന്റെ ദയ, ക്ഷമ, ദീർഘശാന്തി എന്നിവയുടെ ഐശ്വര്യം നിരസിക്കുന്നുവോ? അതിന് ഇംഗ്ലീഷ് വേർഷൻ കുറച്ചുകൂടെ വ്യക്തമാണ്. ഗോഡ്സ് ഗ്രേസ് will lead you to the repentance. ദൈവത്തിന്റെ കൃപ നിന്നെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നു എന്നറിയാതെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന്റെ കൃപ എന്ത് ചെയ്തു? കൃപ പാപത്തിൽ തുടരാൻ ലൈസൻസ് തരുവല്ല ചെയ്തേ. ദൈവത്തിന്റെ കൃപ ദൈവത്തിൽ നിന്നുള്ളതാകയാൽ വിശുദ്ധനായ ദൈവത്തിൽ നിന്നുള്ള കൃപ അശുദ്ധിയിൽ തുടരാൻ എന്നെ സമ്മതിച്ചില്ല. ദൈവത്തിന്റെ കൃപ എന്നെ ദൈവത്തിന്റെ ദയ നിന്നെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു എന്നറിയാതെ നീ അവന്റെ ദയ നിരസിക്കുന്നുവോ? അവന്റെ ദീർഘശാന്തിയെ, അവന്റെ ഔദാര്യത്തെ, അവന്റെ കൃപയെ നീ നിരസിക്കുന്നുവോ? എനിക്ക് കൃപയൊന്നും വേണ്ട എന്ന് നീ പറയുന്നുവോ? ഹല്ലേലൂയ. കൃപ എന്ന് പറയുന്നത് എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല, എനിക്കത് കേൾക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടാണെന്ന് നീ പറയുന്നുവോ? തൊട്ട് താഴത്തെ വാക്യത്തിൽ എന്നാ എഴുതി വെച്ചിരിക്കുന്നേ? ഇങ്ങനെയുള്ളവർക്ക് കാത്തിരിക്കുന്നത് ഇനി ശിക്ഷാവിധിയാണ്. കണ്ടോ? അപ്പൊ കൃപ വേണ്ടെന്നൊരുത്തം പറഞ്ഞാൽ, കൃപ ദുരുപദേശമാണെന്നൊരുത്തം പറഞ്ഞാൽ അവന് വേണ്ടി ഇനി കാത്തിരിക്കുന്നത് ശിക്ഷാവിധി മാത്രമാണ്. യേശു ക്രിസ്തുവിലുള്ളവന് ശിക്ഷാവിധി ഇല്ല. പക്ഷെ ഇവൻ തന്നെ ശിക്ഷാവിധിയെ വിളിച്ചു വരുത്തിയതാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. കരമുയർത്തി ഒന്ന് കർത്താവിനെ സ്തുതിച്ചേ. അപ്പൊ എന്താ ഇതിനകത്തൊരു ബാലൻസ്ഡ് ടീച്ചിങ് അല്ല. ബാലൻസ്ഡ് എന്ന് പറഞ്ഞാൽ രണ്ടും ഒരുപോലെ നിൽക്കുകയാണ്. ഇതിനകത്തൊരു ഹയർ ലെവൽ ടീച്ചിങ് എന്താണ്? ഇവിടെ വ്യക്തമായി മനസ്സിലാക്കേണ്ട ഒരു പഠിപ്പീര് റോമർ 6:1 ഇതാണ്: കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ ഇന്ന് തെറ്റ് ചെയ്തപ്പോൾ, ലിസൺ കെയർഫുള്ളി, നന്നായിട്ട് ശ്രദ്ധിക്കും. നിന്റെ കയ്യിൽ ഒരു അബദ്ധം പറ്റിയപ്പോൾ നീ ഓർക്കണമേ, നീ പോലും അറിയാതെ പുത്രന്റെ കൃപയാണ് നിന്റെ മേൽ പെരുകിയത്. പക്ഷെ ആ കൃപ എന്തിനു പെരുകിയെന്ന് അറിയണമേ. ആ കൃപ അനുതാപത്തിലേക്കും മാനസാന്തരത്തിലേക്കും നിന്നെ നയിക്കാൻ വേണ്ടിയാണ്. എന്ന് പറഞ്ഞ ആ കൃപ ഇപ്പം നിനക്ക് ശിക്ഷ തരാതിരിക്കാൻ വേണ്ടി നിന്റെ മേൽ പെരുകിയതാണ്. പാപത്തിൽ തുടരുന്നവന്റെ സ്ഥിതി അല്ലത്, പാപത്തിൽ നിന്നും മടങ്ങി വരുന്നവന്റെ സ്ഥിതിയാണത്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഒന്നുകൂടെ കർത്താവിന് സ്തോത്രം ചെയ്തേ. ഹല്ലേലൂയ. ഒന്ന് ചിന്തിച്ചു നോക്കിയേ. പഴയ നിയമത്തിൽ ഈ കൃപ പെരുകാതിരുന്നപ്പം എന്ത് സംഭവിച്ചു? ഈ കൃപ പെരുകിയപ്പം എന്ത് സംഭവിച്ചു? ഒന്ന് പിറുപിറുത്തു, ഭൂമി പിളർന്ന് വിഴുങ്ങിക്കളഞ്ഞു. ഒന്ന് പിറുപിറുത്തു, ഭൂം, ശരീരത്തിൽ കുഷ്ഠം വരുത്തി. ഒന്ന് പിറുപിറുത്തു, ശരീരം തകർത്ത് കളഞ്ഞു. അല്ലെങ്കിൽ ഒന്ന് പിറുപിറുത്തു, മിദ്യാന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു. ഒന്ന് പിറുപിറുത്തു, അമാല്യക്കരുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു. എന്താ കാര്യം? ദൈവത്തിന്റെ കൃപ പെരുകുന്നില്ലായിരുന്നു. പിന്നെ എന്താ പെരുകിക്കൊണ്ടിരുന്നത്? കണ്ടംനേഷൻ പെരുകി, ശിക്ഷാവിധി പെരുകി, ഗ്രേസ് പെരുകിയില്ല. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ശിക്ഷാവിധി അതിന്റെ ചരിത്രം പഴയ നിയമം മുഴുവൻ കാണിക്കുന്നു. ഒന്ന് പറഞ്ഞു കുഷ്ഠം, രണ്ട് പറഞ്ഞു ഭൂമി പിളർന്ന് വിഴുങ്ങിക്കളഞ്ഞു. എന്നാൽ പുതിയ നിയമത്തിൽ വന്നപ്പോ ഭൂമി പിളർന്ന് വിഴുങ്ങിക്കളച്ചിലില്ല.
കുഷ്ഠം വരുത്തലില്ല. എന്തുകൊണ്ടാ? ദൈവത്തിന് വ്യത്യാസം സംഭവിച്ചോ? ദൈവത്തിന് വ്യത്യാസം സംഭവിച്ചിട്ടില്ല. പക്ഷേ യേശുവിലൂടെ, ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞ വാചകം ഞാൻ ആവർത്തിച്ച് പറയാം. മോശ മുഖാന്തരം നിയമം വന്നു, യേശു മുഖാന്തരം കൃപയും സത്യവും വന്നു. യേശുവിലൂടെ കൃപ വ്യാപരിക്കാൻ തുടങ്ങി. യേശുവിന്റെ കൃപയ്ക്കകത്ത് തന്നെ മറച്ചു പിടിക്കാൻ തുടങ്ങി. ഇവൻ തെറ്റുകാരനാ, പക്ഷെ ഇവന്റെ തെറ്റിന് വേണ്ടിയാ ഞാൻ ശിക്ഷിക്കപ്പെട്ടത്. അങ്ങനെയാണെങ്കിൽ എന്റെ അവതാര്യത്തിൽ ഇവൻ രക്ഷപ്പെട്ടോട്ടെ എന്ന് യേശു എന്നെ മറച്ചു പിടിച്ചു പറയാൻ തുടങ്ങി. കരമടിച്ചൊന്ന് കർത്താവിന് സ്തോത്രം ചെയ്തേ. ദൈവ പൈതലേ, ഇത് നിരസിക്കരുത്. ഇത് നിരസിച്ചാൽ നിനക്ക് കാത്തിരിക്കുന്ന ശിക്ഷാവിധിയാണ്. ഇന്ന് രാവിലെ വായി തുറന്ന് പറ, എനിക്ക് കൃപയുടെ സമൃദ്ധി വേണം. പറഞ്ഞാട്ടെ, എനിക്ക് കൃപയുടെ സമൃദ്ധി വേണം. എല്ലാരും പറഞ്ഞ, എനിക്ക് കൃപയുടെ സമൃദ്ധി വേണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. God's grace is leading you to the repentance. ഇത് അറിയാതെ now you are rejecting the grace of God. നീ ദൈവത്തിന്റെ കൃപയെ നിരസിക്കുന്നുവോ? എനിക്കത് വേണ്ടെന്ന് പറയുന്നുവോ? ഹല്ലേലൂയ. നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയത്തില്ല. എപ്പോഴെങ്കിലും നിങ്ങൾ തെറ്റ് ചെയ്തപ്പോൾ നിങ്ങളുടെ മേളിൽ ശിക്ഷാവിധിക്ക് മുമ്പേ കർത്താവിൻ്റെ കൃപ വന്ന് വീണിട്ടുണ്ട്. എപ്പോൾ കൃപയുടെ പുതപ്പ് നിങ്ങളുടെ മേൽ വന്ന് വീണോ അപ്പം ആ പുതപ്പിനകത്ത് അപ്പൻ നിങ്ങളോട് വാദിച്ചുകൊണ്ടിരിക്കുകയാണ്, നോ മോനെ, യു കാനോട്ട് കണ്ടിന്യൂ ഇൻ ദിസ് സിൻ. ഈ പാപത്തിൽ നിനക്ക് തുടരാൻ കഴിയുകയില്ല. യു ഹാവ് ടു കം ബാക്ക്. നീ തിരിച്ചു വരണം. നീ തിരിച്ചു വന്നേ പറ്റൂ. നിന്നെ ഞാൻ രക്ഷിച്ചതാണ്, നിന്നെ ഞാൻ വിടുവിച്ചതാണ്, ചങ്കിലെ ചോര കൊടുത്ത് ഞാൻ നിന്നെ വിലയ്ക്ക് വാങ്ങിയതാണ്. നീ പാപത്തിൽ തുടരരുത് എന്നോട് പറയുന്ന, ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. വേണമെങ്കിൽ എൻ്റെ പ്രിയരെ, ഒരു മാസ്ക് ക്രിസ്ത്യാനിറ്റി നിങ്ങൾക്കും എനിക്ക് നയിക്കാം. മാസ്ക് ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞാൽ മുഖം മൂടിയുടെ ക്രിസ്ത്യാനിത്വം. ശിവജനെ കേൾക്കുന്നോ? മുഖം മൂടി ധരിച്ച ക്രിസ്ത്യാനിത്വം. മുഖംമൂടി ധരിച്ച ക്രിസ്ത്യാനിത്വം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഒരിക്കലും എൻ്റെ യഥാർത്ഥ മുഖം ലോകം കാണുകയില്ല. എല്ലാവരുടെയും മുമ്പിൽ ഞാനൊരു മാസ്ക് ധരിച്ച് നടക്കും. എൻ്റെ വീഴ്ച ഒരാളുടെ മുമ്പിൽ ഞാൻ സമ്മതിക്കുകയില്ല. എല്ലാവരുടെ മുമ്പിൽ ഞാൻ പറഞ്ഞു നടക്കും, ഞാനങ്ങ് വാഴുകയാട്ടോ. ഹല്ലേലൂയ. എന്നാ അതുകൊണ്ട് എന്താ സംഭവിക്കുന്നേ? ഉദാഹരണം പറയാം. ഞാനിപ്പോൾ ഭയങ്കര എക്സ്ട്രീം വിശുദ്ധി അല്ല, എക്സ്ട്രീം വിശുദ്ധി, പരമോന്നതയുടെ വിശുദ്ധി അല്ല ഇവിടെ ഒന്ന് പ്രസംഗിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന ഈ സാധാരണ സഹോദരൻ എന്നോട് ചോദിക്കുന്നു, ബ്രദറെ, അപ്പൊ ബ്രദറിന് ഈ പറഞ്ഞ പോലെയൊക്കെ ജീവിക്കാൻ പറ്റുന്നുണ്ടോ? ആ പിന്നെ 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 ഓ എന്നെ പറയാൻ എൻ്റെ ബ്രദറെ, ഞാനിങ്ങനെ ജീവിക്കുന്ന ആളാ. അപ്പൊ ഇദ്ദേഹം ചിന്തിക്കും, ഇദ്ദേഹത്തിന് ഇത് സാധ്യമാകുന്നുണ്ട്, പക്ഷെ എനിക്കിത് സാധ്യമാകുന്നില്ല. അപ്പം വേറൊരാളോട് ചോദിക്കും, അല്ല ബിജു ബ്രദറെ, ഈ പറയുന്ന പോലുള്ള ജീവിതമൊക്കെ സാധ്യമാകുന്നുണ്ടോ? അപ്പൊ ബിജു ബ്രദറും പറയും, ഏയ് അറിയാൻ മേലാഞ്ഞിട്ടാ ഞാൻ എന്നാ ജീവിതമാണ് നയിക്കുന്നതെന്നറിയോ? സത്യത്തിൽ ആദ്യം പറഞ്ഞ സജിത്തും പിന്നെ പറഞ്ഞ ബിജുവും തെന്നി വീണ് നടുവൊടിഞ്ഞിരിക്കുക. പക്ഷെ വീണെന്ന് നാം സമ്മതിക്കുകയില്ല. ആ വീഴ്ചയെ നോക്കി നമ്മൾ പറയും, വീണതൊന്നുമല്ല, ഇത് സർക്കസാന്ന് പറയും. ഹല്ലേലൂയ, ആമേൻ, ആമേൻ. നിനക്കും എനിക്കും വീഴ്ച വരുമെന്ന് നിന്നെക്കാട്ടിലും എന്നെക്കാട്ടിലും നന്നായിട്ട് കർത്താവിന് അറിയാം. ആമേൻ, ആമേൻ. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ, ആമേൻ. പക്ഷെ ഒരു കാര്യം തിരിച്ചറിയണമേ, നിന്റെ വീഴ്ച എന്ന് നീ സമ്മതിക്കുന്നോ അന്ന് അവന്റെ കൃപ നിന്റെ ബലഹീനതയിലേക്ക് വ്യാപരിക്കാൻ തുടങ്ങും. അന്ന് അവന്റെ കൃപ നിന്റെ ബലഹീനതയിലേക്ക് വ്യാപരിക്കാം. ഇനി ഒരിക്കൽ കൂടെ ആ വിഷയത്തിൽ വീഴാൻ അവന്റെ കൃപ നിന്നെ സമ്മതിക്കത്തില്ല. ഓ എത്ര പേർക്ക് മനസ്സിലാകും? എത്ര പേർക്ക് മനസ്സിലാകും? ഇന്ന് നീ കണ്ണിൽ പരാജിതയായിരിക്കാം, ഇന്ന് നീ കയ്യിൽ പരാജിതനായിരിക്കാം, ഇന്ന് നീ ചിന്തയിൽ പരാജിതനായിരിക്കാം. എന്ന നിന്റെ ബലഹീനതയിലേക്ക് അവന്റെ കൃപയെ ഒന്ന് സ്വീകരിക്കാമെങ്കിൽ നിന്റെ ബലഹീനതയെ തികഞ്ഞ് 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 അവന്റെ കൃപയുടെ സമൃദ്ധി വ്യാപരിക്കാം. അപ്പം ഡോക്ടർ പറഞ്ഞതാണോ യേശു പറഞ്ഞതാണോ സത്യം നമുക്ക് നോക്കാം. ഡോക്ടർ പറഞ്ഞ ഇത് കണ്ണിന്റെ ഞരമ്പിന്റെ പ്രശ്നമാണ്. ഡോക്ടർ പറഞ്ഞ ആ സത്യമെങ്കിൽ ഇവൾ കാഴ്ചയില്ലാതിരിക്കട്ടെ. യേശു പറഞ്ഞ ആ സത്യമെങ്കിൽ ഇവൾക്ക് ഇപ്പൊ കാഴ്ച കിട്ടട്ടെ, അല്ലേ? ഓക്കെ, ഈ കണ്ണടച്ചോ. പൂർണ്ണമായിട്ട് കാഴ്ചയില്ലാത്ത ഈ കണ്ണ് തുറന്നേ. ഓക്കെ, എൻ്റെ മുഖത്ത് നോക്കിയേ, എൻ്റെ ചെവിയിലൊന്ന് തൊട്ടേ, എൻ്റെ മൂക്കയിലൊന്ന് പിടിച്ചേ. ശരിക്കാണ്. എൻ്റെ കയ്യിലൊന്ന് പിടിച്ചേ, മറ്റേ കയ്യല്ല, എൻ്റെ മറ്റേ കയ്യ.
കരമടിച്ചൊന്ന് കർത്താവിനെ സ്തുതിച്ചു. ഡോക്ടർ പറഞ്ഞതല്ല സത്യം. ഡോക്ടർ പറഞ്ഞതല്ല സത്യം. പറഞ്ഞേ, ഡോക്ടർ പറഞ്ഞതല്ല സത്യം. ഉറക്കെ പറ, ഡോക്ടർ പറഞ്ഞതല്ല സത്യം. ഡോക്ടർ പറഞ്ഞാണോ സത്യം? അല്ല. ഡോക്ടർ പറഞ്ഞ എന്നാ ഒരിക്കലും ഇതിന് കാഴ്ച കിട്ടത്തില്ലെന്നല്ലേ? അല്ലേ? അല്ലേ? അങ്ങനെയല്ലേ മമ്മി പറഞ്ഞേ? കരമടിച്ചൊന്ന് കർത്താവിനെ സ്തുതിച്ച്. എന്നാ സംഭവിച്ചെന്നറിയാം മോളെ? ആ ഞരമ്പിനെ ഇങ്ങനെ യേശു തൊട്ടുപ്പ. ഞരമ്പില്ലേ? ഞരമ്പിനെ യേശു ഇങ്ങനെ തൊട്ടു. പുതിയ ഞരമ്പിനെ യേശു മോന് വേണ്ടി ഉണ്ടാക്കി. മോളെത്തല്ല പഠിക്കുന്നത്? പപ്പായ്ക്ക് പൂർണ്ണമായിട്ട് കാഴ്ചയില്ലല്ലേ? വിശ്വസിക്കുന്നോ ഇന്ന് പപ്പ കാഴ്ച കിട്ടുമെന്ന്? ഇന്ന് വൈകിട്ട് കൊണ്ടുവരുമോ? കൊണ്ടുവരും. ഓടിപ്പോക്കോ. എങ്ങനെയാ മീറ്റിങ്ങിന് വരുന്നേ? പറഞ്ഞു വന്ന വിശ്വസിക്കുന്നു ഇന്ന് നിങ്ങൾ സൗഖ്യമാകുന്ന? ഞാനിപ്പോ കണ്ട ഒരു കാഴ്ച പറയാം. വയറിന്റെ വശത്ത് ഇങ്ങനെ ഒരു വലിയ കട്ടി യേശു ഇങ്ങനെ എടുത്തു മാറ്റുന്നു എന്ന് പറയുന്നു. ശരിയാണോ ഇത്? ശരിയാ? ഇപ്പം ഇവിടെ വെച്ചത് അപ്രത്യക്ഷമാവും. നീ വിശ്വസിച്ചു? കണ്ണടച്ചു. Lord, this is your time. കൃപയുടെയും നീതിദാനത്തിന്റെയും സമൃദ്ധി ലഭിക്കുന്നവർ ശരീരത്തിൽ നിന്ന് അപാതെ ഒഴിയുന്നേ. You have to come back. You have to go out. പുറത്തു പോ. അഴിയുന്നു. പിടിച്ചോണേ. തലയടിച്ച് വീഴല്ലേ? പിടിച്ചോണം. Get out. പൊക്കോ. ഇവൾക്ക് ഓപ്പറേഷൻ വേണ്ട. ഓപ്പറേഷൻ കൂടാതെ ഇവൾക്ക് അത്ഭുതം നടക്കും. ഇവളുടെ അടഞ്ഞതിനെ യേശു ഇപ്പൊ തുറക്കും. ഇവളുടെ അടഞ്ഞതിനെ യേശു തുറക്കും. ഇനി ഇവൾ നിന്ന് ചുമക്കേണ്ട ആവശ്യമില്ല. ഈ മിനിറ്റിൽ ശക്തി അടിക്കാൻ പോകുന്നു ശരീരത്തോട്ടെ. നോക്കിക്കോണേ, എല്ലാവരും നോക്കിക്കോണേ. ശക്തി കയറാൻ പോകുന്നു. തല മുതൽ കാല് വരെ ഇപ്പം ആ ശക്തി അടിച്ചു കയറട്ടെ. ഇവള് സൗഖ്യമായേ പറ്റൂ. ഇവള് അത്ഭുതം പ്രാപിച്ചേ പറ്റൂ. ഇവളുടെ അത്ഭുതത്തെ തടയാൻ ആർക്കും കഴിയുകയില്ല. യേശുവിന്റെ നാമത്തിൽ സ്വീകരിച്ചോ. സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ആ ബാധ നിന്റെ ശരീരത്തിൽ നിന്ന് ഒഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. നീ സ്വതന്ത്രയാകും. യേശുവിന്റെ നാമത്തിൽ നീ സ്വതന്ത്രയാകും. യേശുവിന്റെ നാമത്തിൽ സ്വതന്ത്രയാകും. ഫ്രീ ആയി. കരമടിച്ചൊന്ന്. ഓപ്പറേഷനും വേണ്ട, യേശു മതി. ഇവിടെ ഇങ്ങനെ അമർത്തുമ്പോൾ പ്രയാസമായിരുന്നല്ലേ? ഇപ്പൊ അമർത്തിക്കാം. അമർത്തിടൂ. അമർത്തിയോ? അതവിടെ ഉണ്ടോ? ശരിക്കും അമർത്ത്. വേഗം നാട്ടെ. ചേച്ചിയോടെ കൂടി അമർത്തിക്കാം. ഒരുമിച്ചാണോ വന്നേ? ഇത് ബോംബെക്കാരിയാ അല്ലേ? ബോംബെയിലല്ലേ? സൗഖ്യമാണ്. ബോംബെക്കാര് തപ്പി നോക്കുന്നതിന് മുമ്പേ ബോംബെക്കാരുടെ തോളിൽ നിന്ന് ചങ്ങല അഴിയും. തോളിൽ എന്നാ പ്രശ്നം? വേം പറ. ഇങ്ങോട്ട് പോവാ. അത് തീരുമാനമാകട്ടെ. അത് കഴിഞ്ഞിട്ട് ഇത് തപ്പാ.
ബോംബെക്കാരുടെ ശരീരത്തിൽ നിന്ന് അത് അഴിഞ്ഞു പോന്നു. ഗെറ്റ് ഔട്ട്. പുറത്തു വാ. ഇവിടെ യേശുവിന്റെ മകളാകിയാൽ ഇവക്കിത് വേണ്ട. ഗെറ്റ് ഔട്ട്. Get out. Get out. Get out. In Jesus' mighty name. കൈ ഉയർത്തിക്കോ. താത്തിക്കോ. കറക്കിക്കോ. കറക്ക. ഫാൻ്റെ സ്പീഡ് കൂടുക. 1 2 3 4 5 സ്പീഡിൽ പോട്ടെ. എന്താ സംഭവിക്കുന്നത്? ഉറക്കെ പറ. എന്താ സംഭവിക്കുന്നേ? വേദനയില്ല. ഇച്ചിരി പോലും ഇല്ല. ശലം പോലും ഇല്ല. ഇച്ചിരി ഇല്ല. ഇവിടെ വന്നപ്പോ നിങ്ങൾക്ക് ഇങ്ങനെ പോലും കൈ ഉയർത്തത്തില്ലായിരുന്നല്ലോ അല്ലേ? ഇങ്ങനെ പോലും കൈ ഉയർത്തത്തില്ലായിരുന്നല്ലോ. ഇല്ല. എത്ര നാളായി ഇതും കൊണ്ട് നടക്കുന്നു? 5 വർഷമായി. എവിടാ ചികിത്സിച്ചിട്ടുള്ളത്? ബോംബെയിലാണോ ചികിത്സ? ഏത് ഡോക്ടറെ ചികിത്സിച്ചിട്ടുള്ളത്? റാവു റെഡ്ഡിയാണോ? ജീസസ്. കൈ ഉയർത്തിക്കോ, താഴ്ത്തിക്കോ, വലിച്ചു കുടഞ്ഞോ, എന്നാ വേണം ചെയ്തോ. ചെയ്യാൻ പറ്റാത്ത എല്ലാം ചെയ്തോ. ഒരു പ്രശ്നവും ഇല്ല. കരമടിച്ചോന്ന് യേശുവിന് മഹത്വം കൊടുത്തേ. ഇനി തപ്പിക്കോ. യേശുവേ എന്നാ സംഭവിച്ചേ? ഇല്ല. കരമടിച്ചോന്ന് കർത്താവിനെ സ്തുതിച്ചേ. യേശുവിന്റെ മഹത്വം ഇവിടെ വ്യാപരിച്ചുകൊണ്ട് നോക്കിക്കോണേ. ഓരോ വ്യക്തികളെ യേശു തൊടുന്ന കണ്ടോണേ. ഇങ്ങനെ സ്പർശനം ഇങ്ങനെ മൂവ് ചെയ്തോണ്ടിരിക്കും. നാട്ടില് വളഞ്ഞിരിക്കുന്നതുകൊണ്ട് ഈ ഇടുപ്പിന്റെ ഇവിടെ പ്രയാസമല്ലേ? ഭയങ്കര വേദന. ഇങ്ങോട്ട് കയറി വാ. ആടിയട്ടെ. സൗഖ്യമാകട്ടെ. പടപടേന്നും പറഞ്ഞ് 100 പേര് ഇപ്പൊ അങ്ങ് സൗഖ്യമാവേ. എടാ സാത്താനെ, ഇറങ്ങിപ്പോടാ. ഇവൾക്ക് കൃപയുടെ നീതിദാനത്തിന് സമൃദ്ധി ലഭിച്ചതാ. ഇനി ഈ ശരീരത്തെ തൊടാൻ നിനക്ക് അധികാരമില്ല. പിടിച്ചു. സൗഖ്യമാകട്ടെ. 11 വർഷമായി വലയുവാ ഇതിനെ കൊണ്ട്. 11 വർഷമായി അല്ലേ? ഒത്തിരി നാളായി. 11 വർഷമായി ബൾജ് ചെയ്ത് നിപ്പുണ്ട് പുറത്തോട്ടല്ലേ? ബൾജ് ചെയ്ത് പുറത്തോട്ട് നിപ്പില്ലേ? ഉണ്ട്. അതിപ്പോ അപ്രത്യക്ഷമാവും. നോക്കിക്കോ. ഈ മോളെ ഒന്ന് തൊടിയിപ്പിച്ചേ. ആദ്യം ആ ബൾജ് ചെയ്ത് നിൽക്കുന്ന ഒന്ന് തൊടിയിപ്പിച്ചേ. തൊട്ടോ കുഞ്ഞേ? നീ തൊട്ടോ? കേട്ടില്ല. തൊട്ടു. ഓക്കെ. ഇങ്ങനെയോട് വേണേ തൊട്ടോ. ഇനി കണ്ടില്ല കേട്ടില്ലെന്ന് പറയരുത്. തൊട്ടോ. എത്ര പുറത്തോട്ട് തള്ളി നിൽപ്പുണ്ട്? ഓക്കെ. അതിപ്പോ അകത്തോട്ട് കയറി പോകുന്ന ഇയാൾക്ക് വിശ്വാസമുണ്ടോ? ചുമ്മാരേ. വിശ്വാസമുണ്ട്. ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല. ഇയാള് പ്രാർത്ഥിച്ചത് അപ്രത്യക്ഷമാവെന്ന് വിശ്വസിക്കുന്നു. നാമത്തിൽ ഇത് ഇപ്പം ഇവിടെ വെച്ച് അപ്രത്യക്ഷമാവും. ഇനി ഇത് വേണ്ട. ഈ മകള് ഇപ്പം സൗഖ്യമാകും യേശുവിന്റെ നാമത്തിൽ. ആമേൻ. ആദ്യം നമുക്ക് അമ്മച്ചിയെ കൊണ്ട് തപ്പിക്കാം, എന്നിട്ട് ബാക്കിയുള്ളവരെ കൊണ്ട് തപ്പിക്കാം. അമ്മച്ചി തപ്പ. വളഞ്ഞു നിന്ന് തപ്പ. അപ്പൊ ഇങ്ങനെ തള്ളി നിൽക്കുന്നത് കാണാൻ പറ്റും. തപ്പ. ഉറക്കെ പറയാം. അതവിടെ ഉണ്ടോ? ഇല്ല. അങ്ങനെ പറയല്ലേ അമ്മച്ചി? ഇല്ല. ഇത്രയും പുറത്തോട്ട് തള്ളി നിന്ന സാധനം ഇല്ലെന്ന് ചുമ്മാ പറയാതെ. ഇല്ല. എന്നാ ഇയാള് തപ്പ. ഇയാളല്ലേ തൊട്ടെ? ഇല്ല. ഇങ്ങനെ തപ്പടം. ഇല്ല. ശരിക്കും നോക്കൂ. ശരിക്കും നോക്കിയില്ല. കള്ളം പറയല്ലേ? സത്യം. ഇല്ല. തോന്നുന്ന അല്ല. ഇല്ല. ഇത്രയും പുറത്തോട്ട് തള്ളി നിന്ന സാധനം അകത്തോട്ട് പോയെന്നോ? നീ കറക്റ്റ് തൊട്ടതായിരുന്നു. എത്ര ഉണ്ടായിരുന്നു? കൈ വന്ന് കാണിച്ചത്? വിളിച്ചവരുടെ സിസ്റ്റമാറ്റിക് ആയിട്ട് കാണിക്കുന്നു. വാട്ട്സ് യുവർ നെയിം? റൂത്ത് കാണിച്ചത് എങ്ങനെയായിരുന്നത്? ഇങ്ങനെ ബൾജ് ചെയ്ത് നിൽക്കുകയായിരുന്നു. അപ്പൊ ഈ ബൾജ് ചെയ്ത് നിൽക്കുന്നതിന്റെ നീളം എത്രത്തോളം ഉണ്ടായിരുന്നു? ഇങ്ങനെയായിരുന്നു. ഇങ്ങനെ കയറി വരെ. ഓ ലോർഡ്. തൊട്ടതായിരുന്നു. തൊട്ട്. വിശ്വസിക്കാവോ യേശു ജീവിക്കുന്നത്? വിശ്വസിക്കാം.